ഇത് സർക്കാരും പോലീസും ഒത്തുകളിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം എന്റെ മകന്റെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഇന്നിപ്പോൾ മകന് നീതിയല്ല, പകരം അനീതിയാണ് കിട്ടുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാമോ, ഇന്ന് നീറ്റ് എക്സാം നടക്കുന്ന ദിവസമാണ്. ഇന്ന് പരീക്ഷ എഴുതാൻ ഞാൻ കൊണ്ടുപോകേണ്ടതുമായിരുന്നു എന്റെ മകനെ. അതിൽ അത്രയും വിഷമമുണ്ട്. അല്ലെങ്കിൽ ഇന്ന് അവൻ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി മെഡിക്കലിൽ MBBS സീറ്റ് നേടേണ്ട ഒരു കുട്ടിയെയാണ് ആ റാമും സംഗീതയും എല്ലാം കൊന്നത്. എന്താ റാമിനെ പിടിക്കാത്തത്? റാം സ്റ്റേറ്റിന് വെളിയിലുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ലാസ്റ്റ് പറയുന്നത് തെലങ്കാനയിലുണ്ടെന്ന്. ഇത് അധികാരികളുടെ അടുത്ത് തന്നെയാണ് റാമുള്ളത്, അതിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഓരോ കേസുകളിലും കേരള പോലീസ് അവരുടെ പല വിന്യാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോഴത്തന്നെ ഓരോ പ്രതികളെയും പിടിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പിടിക്കുന്നില്ല? എന്റെ മകനെ കൊലപ്പെടുത്തിയ റാമിനെ പിടിക്കുന്നില്ല? സംഗീതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണമല്ലേ നൽകിയത്? അവരെന്തുകൊണ്ട് പിടിക്കുന്നില്ല? അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുകളിയാണ്. ഒത്തുകളിയെന്ന് പറഞ്ഞാൽ ഒത്തുകളിയാണ്. ഞാൻ എത്രയോ ദിവസം കൊണ്ട് DIG ഓഫീസും ബാക്കി എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങുന്നു. പക്ഷെ അവർ പറയുന്നു ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഫയൽ നീക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇന്ന് 6 ദിവസമായി ഞാൻ അവിടെ കയറി ഇറങ്ങുകയാണ്. ഫയൽ ഇതുവരേക്കും വന്നിട്ടില്ല.